ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്ന റെസിപ്പി നമ്മളൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ഷവായ ഉണ്ടല്ലോ, അത് നമുക്കെങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാമെന്നുള്ള റെസിപ്പി കേട്ടോ. അപ്പോൾ വീഡിയോ കാണും, സപ്പോർട്ട് ചെയ്യും, ഷെയർ ചെയ്യും. അതിനാവശ്യമായിട്ട് നമുക്ക് വലിയ കഷ്ണങ്ങളാക്കിയ ചിക്കൻ ഒന്ന് വരണ്ടെടുക്കണം കേട്ടോ. അത് നമുക്ക് കടക്കാരോടനെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യിക്കണം കേട്ടോ. ഇനി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, ഇനി അതിലേക്ക് കാശ്മീരി മുളക് പൊടി, അതിൻ്റെ കൂടെ നല്ല ജീരകം, ഇനി അതിലേക്ക് ഗ്രാമ്പു, പട്ട, എന്നിട്ട് അതിലേക്കൊരു മാഗിൻ്റെ ക്യൂബും കൂടെ വേണം കേട്ടോ. ഇനി അതും കൂടെ ആഡ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഇനി കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളറ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അത് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല കളറ് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം കേട്ടോ. സുർക്ക കൂടുതലുണ്ടാകുമ്പോഴാണ് അത് ആ സോഫ്റ്റ് കിട്ടുള്ളൂ. അതുപോലെ അതിൻ്റെ നല്ല ജീരകം, ആ ഗ്രാമ്പും പട്ടയുടെയൊക്കെ ആ ഒരു സ്മെല്ല് അത് അരച്ച് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാക്കിയിട്ട് എണ്ണ ചൂടാക്കി എന്നിട്ട് അതിലേക്ക് ഈ ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല തീ ആവാനും പാടില്ല, എന്നാൽ കുറച്ചാവാനും പറ്റില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അത് വേവിച്ചെടുക്കാൻ. അങ്ങനെ രണ്ട് സൈഡും നമുക്ക് വേവിച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കതിൻ്റെ മസാലയ്ക്ക് വേണ്ടി അതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അതൊന്നിങ്ങനെ വരട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഷവായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് പറയണം കേട്ടോ. ഇനി ഞാൻ ഇത് മന്തിൻ്റെ കൂടെയായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. പുറത്ത് നല്ല മഴയുണ്ട്, ഇപ്പോൾ ചൂടുള്ള ഷവായയും മന്തിയും ഒന്ന് കഴിക്കാം. നമുക്ക് പൊറോട്ടയുടെ കൂടെ കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റ്നെസ് ആയിട്ടുണ്ട്. അത് നമ്മൾ ആ വാങ്ങണ അതേ ആ ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ആ സ്മെല്ലും ഉണ്ട്, ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. ഇനി എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കട്ടോ. അപ്പം ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ കൂടി നിർത്തുന്നു. ഓക്കെ.